നേരത്തെ സൂചിപ്പിച്ചു കേരള അർബൻ പോളിസി കമ്മീഷന്റെ റെക്കമെൻഡേഷൻസിനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. അതിൽ വ്യക്തമായിട്ട് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഹൗ ക്യാൻ വി മിറ്റിഗേറ്റ് ദ എഫക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്? എങ്ങനെ നമുക്കത് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും? അതിന് ഏർലി വാർണിംഗ് സിസ്റ്റംസ് കൊടുക്കണം, കാർബൺ ഓഡിറ്റ്സ് വേണം, ടെമ്പററി ഫ്ലഡ് ബാരിയേഴ്സ് വേണം. അങ്ങനെയുള്ള വളരെ കൃത്യമായിട്ടുള്ള എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട പ്ലാൻസ് എന്നുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസ്. അപ്പോൾ urban പോളിസി കമ്മീഷനെ ആക്ച്വലി ലീഡ് ചെയ്തതൊക്കെ വളരെ ലോകത്തിൽ തന്നെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള urban പ്ലാനേഴ്സ് ഒക്കെയാണ് അതിന്റെ ചെയർമാനും വൈസ് ചെയർമാനും ഒക്കെ. അപ്പൊ അവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് കൊടുത്തത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞു, ലോക്കൽ എക്കണോമിക് ഡെവലപ്മെന്റ് അതോറിറ്റി. പിന്നെ urban ഗവർണൻസിൽ നമുക്ക് ഇപ്പോഴും ചെറിയ പ്രശ്നങ്ങളുണ്ട്. വി ഹാവ് ടു പ്രൊഫഷണലൈസ് urban ലോക്കൽ ബോഡി ഗവർണൻസ്. കുറച്ചും കൂടി പ്രൊഫഷണലൈസ് ചെയ്യാനുണ്ടെന്നുള്ളത് ഗവൺമെന്റ് തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സിറ്റി മാനേജേഴ്സ് വേണം നമുക്ക്. പിന്നെ ആ രീതിയിലുള്ള എങ്ങനെ ഇതിനൊക്കെ ടാക്കിൾ ചെയ്യാം എന്നുള്ളത് കൃത്യമായിട്ട് ഈ urban പോളിസി കമ്മീഷനിൽ പറയുന്നുണ്ട്. പിന്നെ അതിന്റെ മുന്നൊരുക്കങ്ങളാണല്ലോ ഇപ്പൊ പറഞ്ഞല്ലോ. ഇപ്പൊ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് വൺ ഓഫ് ദ ലാർജസ്റ്റ്, നമുക്കറിയാം ഇന്റർനാഷണൽ ലെവലിൽ തന്നെ നല്ല ഒരു സീ പോർട്ടാണ്. അത് നമുക്ക് വളരെയധികം അഡ്വാൻറ്റേജ് ആണ് ലോജിസ്റ്റിക്സ് ആൻഡ് കണക്ടിവിറ്റി എന്നുള്ള കാര്യം നോക്കുമ്പോൾ ആ സീ പോർട്ട്. പിന്നെ കേരളമായിരിക്കും ഈ ചെറിയൊരു സംസ്ഥാനത്ത് 4 എയർപോർട്ട് നമുക്ക്. അതും നമ്മളെ വലിയൊരു സ്ട്രെങ്ത് ആണ്. പിന്നെ അജയൻ സാർ ഇവിടെ സൂചിപ്പിച്ചുള്ള ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചറിലാണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ഹാസ് ഇൻവെസ്റ്റഡ് ഇൻ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ, ഈ NH-66ന്റെ എക്സ്പാൻഷൻ, കേരളത്തിലുടനീളമുള്ള എക്സ്പാൻഷൻസ്. അപ്പൊ ഇതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ വരുമ്പോൾ, അർബനൈസേഷൻ വരുമ്പോൾ എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് കൃത്യമായിട്ട് പ്ലാനിങ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഗ്രോത്ത് വളരെ സ്വാഭാവികമായിട്ടും നടക്കുന്ന കാര്യമാണ്. പ്ലസ് നമ്മളെ യൂത്തിന്റെ മൈഗ്രേഷൻ കൂടി നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. അതിനിപ്പം ഇവര് urban പോളിസി കമ്മീഷന്റെ വലിയൊരു നിർദ്ദേശമുണ്ട്, ഈ ലോക്കൽ ബോഡീസിൽ യൂത്തിന് റിസർവേഷൻ വേണം എന്നുള്ളത്. യൂത്തിന് ഈ പറയുന്ന പിന്നെ ബോഡീസിലൊക്കെ തന്നെ, ഗവൺമെന്റ് ബോഡീസിലൊക്കെ തന്നെ, ഇതുപോലെയുള്ള ലോക്കൽ ബോഡീസിലൊക്കെ യൂത്തിന് റിസർവേഷൻ. അപ്പൊ ഹൗ ക്യാൻ വി റിട്ടൈൻ യൂത്ത് എന്നുള്ളത് കൂടി ഡിസ്കസ് ചെയ്താലേ നമ്മൾ ഇതൊക്കെ പൂർണ്ണമാവുള്ളൂ. കാരണം അവരാണ് നാളെ നയിക്കേണ്ടത്. അവരിവിടെ തീർച്ചയായിട്ടും നിൽക്കണം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിനെ കുറിച്ചോ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. വേൾഡിൽ ഇപ്പം GDP നോക്കിയിട്ടല്ല ഓരോ സ്റ്റേറ്റിന്റെയും അല്ലെങ്കിൽ ഓരോ കൺട്രിയുടെയും സ്ട്രെങ്ത് ഒന്നും ഡിസൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഈ HDA ആണ് എല്ലാവരും നോക്കുന്നത്. അപ്പൊ HDAയുടെ കാര്യത്തിൽ കേരളം വളരെ മുന്നിലാണെന്ന് പറയുന്നത് അഭിമാനകരം തന്നെയാണ്. ഹെൽത്തിന്റെ എഡ്യൂക്കേഷന്റെയും കാര്യത്തിൽ മുന്നിലാണെന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതിനത്ര വില കുറച്ച് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ കാര്യങ്ങളും കൂടി, നമ്മളെല്ലാം നല്ലത് മാത്രമല്ല, നമ്മൾ എവിടെയൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യണം. ഇപ്പൊ ഈ ലോക്കൽ ബോഡി ഗവർണൻസിൽ നമുക്ക് ഇനി കറക്റ്റ് ചെയ്യാനുണ്ട്. ഇതുപോലുള്ള യൂത്ത് മൈഗ്രേഷനിൽ നമുക്ക് കറക്റ്റ് ചെയ്യാനുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നുള്ളതിനും കൂടി അനുസരിച്ചിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിയേറ്റീവ് എക്കണോമി നമ്മൾ തീരെ യൂട്ടിലൈസ് ചെയ്യാത്ത ഒരു ഏരിയ ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു ഓവറോൾ ഡെവലപ്മെന്റും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും തോന്നുന്നില്ല. വ്യക്തമാണ്.